Hi all, welcome to another informative video of NS Pharma. In today's video, we are going to discuss 10 questions from 003/2021, that is Kerala PSC Pharmacist question paper. We already discussed 40 questions from this question paper. So in this video, we are going to discuss 10 more questions, that is 41 to 50. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻസ് വരെയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീഡിയോയുടെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒഴിവ് സമയം പോലെ ഓരോ പാട്ടും കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് 41 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 41st ക്വസ്റ്റ്യൻ. ഓക്കെ, ദ കെമിക്കൽ നേച്ചർ ഓഫ് ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് സിസ്പ്ലാറ്റിൻ ഈസ്. അപ്പൊ സിസ്പ്ലാറ്റിൻ ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് ആണ്, അതായത് ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. അപ്പൊ സിസ്പ്ലാറ്റിന്റെ കെമിക്കൽ നേച്ചർ അതായത് എന്താണെന്നാണ്. ഓപ്ഷൻസ് ആർ സിസ് ഡയമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2, ഓപ്ഷൻ ബി ട്രാൻസ് ഡയമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 4, ഓപ്ഷൻ സി സിസ് ഡയമീൻ മോണോക്ലോറോ പ്ലാറ്റിനം 2, then ഓപ്ഷൻ ഡി ട്രാൻസ് ഡയമീൻ മോണോക്ലോറോ പ്ലാറ്റിനം 4. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കണം. സിസ്പ്ലാറ്റിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ, സിസ്പ്ലാറ്റിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. സിസ്പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സിസ്പ്ലാറ്റിൻ, ഓക്കെ, പ്ലാറ്റിനം ഉണ്ട്. ഓക്കെ, പ്ലാറ്റിനം നിർബന്ധമാണ്. ഓക്കെ, സിസ്പ്ലാറ്റിൻ. പിന്നെ സിസ്പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ ഓക്കെ 2 NH3 ഗ്രൂപ്പ്, 2 NH3 ഹിയർ, NH3 ഹിയർ, ദെൻ ഒരു ക്ലോറിൻ, സെക്കൻഡ് ക്ലോറിൻ, 2 ക്ലോറിനും ഓക്കെ 2 ക്ലോറിൻ, ഇവിടെ ഒരു 2+ പ്ലാറ്റിനം. ഓക്കെ, 2 NH3 ഗ്രൂപ്പും 2 ക്ലോറൈഡ് ഗ്രൂപ്പും പ്ലാറ്റിനത്തോട് യോജിച്ച് കിടക്കുന്നതാണ് സിസ്പ്ലാറ്റിന്റെ സ്ട്രക്ചർ. അപ്പൊ നമുക്കറിയാം ഡൈക്ലോറോ ഡൈ അമീൻ. ഓക്കെ, 2 ക്ലോറിൻ ഉണ്ട്, 2 അമോണിയം ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് സിസ്പ്ലാറ്റിൻ ആണ്. സിസ്പ്ലാറ്റിന് 2 ഫോം, ഈ ഒരു സ്ട്രക്ചറിന് 2 ഫോം ഉണ്ട്. സിസ് ഐസോമർ ഉണ്ട്, ദെൻ ട്രാൻസ് ഐസോമർ ഉണ്ട്. ഇതിലെ സിസ് ഐസോമർ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ് ഐസോമർ ഇനാക്റ്റീവ് ആണ്. അപ്പം സിസ് ഐസോമർ ആണ് യൂസ് ചെയ്യുന്നത്. സിസ്പ്ലാറ്റിൻ ആ പേരിൽ തന്നെ ഉണ്ട്, സിസ്. ഓക്കെ, സിസ് ഐസോമർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ ബിയും സിയും, ഓപ്ഷൻ ബിയും ഡിയും അല്ല, ട്രാൻസ് ആണ് അവിടെ പറഞ്ഞത്. അപ്പം ഓപ്ഷൻ എ ഓർ സി ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 2 ക്ലോറിൻ ഉണ്ട്, ഡയമീൻ മോണോക്ലോറോ ആൻഡ് ഡൈക്ലോറോ. ഓപ്ഷൻ എയിൽ ഡൈക്ലോറോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ മോണോക്ലോറോ എന്നാണ് പറഞ്ഞത്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്തുണ്ട്, ഇത് സിസ് ഗ്രൂപ്പ് ആണ്, ദെൻ 2 ക്ലോറിനും ഉണ്ട്. ഓക്കെ, 2 ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ട്രക്ചറിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി സിസ്പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ സിസ് ഡയമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2 എന്ന് പറയാൻ കാരണം അതിന്റെ പ്ലാറ്റിനത്തിന്റെ വാലൻസി ഇവിടെ 2 ആണ്, അതുകൊണ്ടാണ് പ്ലാറ്റിനം 2. അപ്പൊ നമുക്ക് അത് മനസ്സിലായല്ലോ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ 41 ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 or 42. The mechanism of action of ethacrynic acid as loop diuretic is due to. What is the mechanism of action of ethacrynic acid? Because of which structure the ethacrynic acid has got loop diuretic action? ethacrynic acid നമുക്കറിയാം, അതൊരു ലൂപ്പ് ഡയോററ്റിക്കിന് എക്സാമ്പിൾ ആണ്. വേറെ ലൂപ്പ് ഡയോററ്റിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫ്രൂസിമൈഡ് ഉണ്ട്, ദെൻ ടോർസിമൈഡ്, ബുമീറ്റനൈഡ്, ഇതെല്ലാം ലൂപ്പ് ഡയോററ്റിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തുകൊണ്ട് എത്താക്രിനിക് ആസിഡ് അല്ലെങ്കിൽ ഫ്രൂസിമൈഡിനൊക്കെ ലൂപ്പ് ഡയോററ്റിക്സ് എന്ന് വിളിക്കുന്നു? ലൂപ്പ് ഡയോററ്റിക്സ് എന്ന് വിളിക്കാൻ കാരണം അത് ലൂപ്പ് ഓഫ് ഹെൻലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലൂപ്പ് ഓഫ് ഹെൻലിയുടെ സൈറ്റിലാണ് ആക്ഷൻ, അതുകൊണ്ടാണ് ലൂപ്പ് ഡയോററ്റിക് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയി നമ്മൾ പറയുകയാണെങ്കിൽ മെഡുലറി റീജിയൻ ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, അതിലാണ് ആക്ഷൻ നടക്കുന്നത്. മെഡുലറി റീജിയൻ, കോർട്ടിക്കൽ റീജിയൻ ഉണ്ട്, മെഡുലറി റീജിയൻ ഉണ്ട്. കോർട്ടിക്കൽ റീജിയനിലല്ല, മെഡുലറി റീജിയനിലാണ് ആക്ഷൻ നടക്കുന്നത്. മെഡുലറി റീജിയൻ ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, അതിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ ലൂപ്പ് ഡയോററ്റിക്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ലൂപ്പ് ഡയോററ്റിക്സ് എന്ന് പേരുന്നത്, കാരണം ലൂപ്പ് ഓഫ് ഹെൻലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എത്താക്രിനിക് ആസിഡിന്റെ ആക്ഷൻ എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പൊ എത്താക്രിനിക് ആസിഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. എത്താക്രിനിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്താക്രിനിക് ആസിഡ് ഒരു അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഡെറിവേറ്റീവ് ഓഫ് ഫിനോക്സി അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫിനോക്സി അസറ്റിക് ആസിഡിന്റെ സ്ട്രക്ചർ അറിയണം. ഫിനോക്സി അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെ വരയ്ക്കാം. സപ്പോസ് ഇത് ഒരു ഫിനൈൽ ഗ്രൂപ്പ്,
ഫിനോക്സി ഓക്സി ഓക്കെ ഫിനോക്സി അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ഇവിടെ വരച്ചു CH2COH ഓക്കെ. ഇപ്പൊ എന്തായി? ഫിനോക്സി അസറ്റിക് ആസിഡ് ആയി. പിന്നെ അതിനു മുമ്പ് എന്താ? അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഡെറിവേറ്റീവ് ഓഫ് ഫിനോക്സി അസറ്റിക് ആസിഡ് ആണ് എത്താക്രിനിക് ആസിഡ്. അപ്പൊ നമ്മൾ ഫിനോക്സി അസറ്റിക് ആസിഡ് വരച്ചു. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഡെറിവേറ്റീവ് ആണ്. അത് ഈ ലൊക്കേഷനിലാണ്, ഈ ഒരു പ്ലേസിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കീറ്റോൺ വരച്ചു, ദെൻ ഒരു അൺസാച്ചുറേറ്റഡ് കാർബൺ ഹിയർ, പിന്നെ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം CH2CH3 ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ? ഇതാണ് ഡെറിവേറ്റീവ് ഗ്രൂപ്പ്, ഇവിടെയാണ് അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഗ്രൂപ്പ് ഓക്കെ. ഇതാണ് അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഗ്രൂപ്പ്. ഇവിടെ കാർബൺ, ഇവിടെ കീറ്റോൺ ഗ്രൂപ്പ്, ഇത് കീറ്റോൺ ഗ്രൂപ്പ്, ഇത് അൺസാച്ചുറേറ്റഡ് ഗ്രൂപ്പ്. അതായത് അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഡെറിവേറ്റീവ് ഹിയർ ഓക്കെ. അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഡെറിവേറ്റീവ് ഓഫ് ഫിനോക്സി അസറ്റിക് ആസിഡ് ഓക്കെ. ഇതാണ് എത്താക്രിനിക് ആസിഡ്. ഇതിന്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആക്ഷന് കാരണമായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഗ്രൂപ്പ് ആണ്. ഇതാണ് ഇതിന്റെ ലൂപ്പ് ഡയൂററ്റിക് ആക്ഷന് കാരണമായിട്ടുള്ള ഗ്രൂപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വേറെ ഒരു ലൂപ്പ് ഡയൂററ്റിക്സിനും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. ബാക്കി എല്ലാ ഒരു ലൂപ്പ് ഡയൂററ്റിക്സിനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങൾക്ക് സൾഫണാമൈഡ് ഗ്രൂപ്പ് ഓർ സൾഫമോയിൽ ഗ്രൂപ്പ് ആണ് സാധാരണഗതിയിലുള്ളത്. അപ്പൊ ഈ സൾഫമോയിൽ ഗ്രൂപ്പിനോട് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലൂപ്പ് ഡയൂററ്റിക് ആണ് എത്താക്രിനിക് ആസിഡ്. ബിക്കോസ് ഇതിലൊരു ആ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് എത്താക്രിനിക് ആസിഡ് ആസ് ലൂപ്പ് ഡയൂററ്റിക്? ഓപ്ഷൻ സി നിങ്ങൾക്ക് കാണാം, ദ പ്രസൻസ് ഓഫ് ആൽഫ 1 ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഫോമിംഗ് കോവലന്റ് ബോണ്ട് വിത്ത് സൾഫൈഡ്രൈൽ ഗ്രൂപ്പ്സ്. അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Okay. Next one, question number 43. Identify the anti-Parkinsonian drug. Anti-Parkinsonian drug ഏതാണ് ചോദ്യം? ഓപ്ഷൻ എ ബൈപെരിഡൻ, ഓപ്ഷൻ ബി ട്രോപ്പിക്കമൈഡ്, ഓപ്ഷൻ സി പ്രൊപാന്തലിൻ, ഓപ്ഷൻ ഡി സൈക്ലോപെന്റോലേറ്റ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫാർമക്കോളജിയുടെ ആന്റി പാർക്കിൻസോണിസം ഡ്രഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ് ഏതാണ്? കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബൈപെരിഡൻ ഓക്കെ. ബൈപെരിഡൻ. വേറെ നമ്മൾ ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ് നമ്മളെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗിനെ നിങ്ങൾ പഠിച്ചിരിക്കണം. ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡ്രഗ് വിച്ച് ആക്ടിങ് ഓൺ brain dopaminergic system, and the second category is drugs which acting on brain cholinergic system. ഇങ്ങനെ 2 തരമായിട്ടുണ്ട്. ഒന്ന് ഡോപ്പാമിനർജിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്, അടുത്തത് കോളിനർജിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. ഡ്രഗ് അഫക്റ്റിംഗ് ബ്രെയിൻ കോളിനർജിക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഈ ഒരു സെൻട്രൽ ആന്റി കോളിനർജിക്സ് എന്ന് പറയുമ്പം ട്രൈഹെക്സിഫെനൈഡൈൻ, പ്രോസൈക്ലിഡിൻ, ദെൻ ബൈപെരിഡൻ ആണ് ഈ സെൻട്രൽ ആന്റി കോളിനർജിക് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. കൂടാതെ ആന്റി ഹിസ്റ്റമിനിക് ആയിട്ടുള്ള പ്രോമെത്താസിനും ഓർഫനാഡ്രിനും ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ്. അതായത് ഡ്രഗ് അഫക്റ്റിംഗ് ഓൺ ബ്രെയിൻ കോളിനർജിക് സിസ്റ്റം ഓക്കെ. ആന്റി കോളിനർജിക്കും ആന്റി ഹിസ്റ്റമിനിക്കും. ആന്റി കോളിനർജിക്ക് ബൈപെരിഡൻ, ട്രൈഹെക്സിഫെനൈഡൈൻ, ദെൻ പ്രോസൈക്ലിഡിൻ ഓക്കെ. അടുത്തൊരു കാറ്റഗറിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഡ്രഗ് വിച്ച് അഫക്റ്റിംഗ് ഓൺ ബ്രെയിൻ ഡോപ്പാമിനർജിക് സിസ്റ്റം. അതിന്റെ പേര് ഹെഡിങ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡോപ്പാമിനർജിക് സിസ്റ്റത്തിലുള്ള ഡ്രഗ്സിന് നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒന്ന് ഡോപ്പാമിൻ പ്രിക്കേഴ്സർ ആയിട്ടാണ്. ഡോപ്പാമിൻ പ്രിക്കേഴ്സിന് എക്സാമ്പിൾ ആണ് ലീവോ ഡോപ്പ ഓർ എൽ ഡോപ്പ എന്നൊക്കെ പറയും. സെക്കൻഡ് വൺ ഈസ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. ഇതിന്റെ പേര് കൊടുത്തത് അതിന്റെ മെക്കാനിസം കാരണമാണ്, മെക്കാനിസം ആക്ഷൻ കാരണമാണ്. പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആണ് കാർബിഡോപ്പ ബെൻസറാസൈഡ്, കാർബിഡോപ്പയും ബെൻസറാസൈഡും ഓക്കെ. ദെൻ തേർഡ് കാറ്റഗറിയാണ് ഡോപ്പാമിനർജിക് അഗോണിസ്റ്റ്. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് പ്രിക്കേസർ ആയിരുന്നു, ഡോപ്പാമിനർജിക് പ്രിക്കേസർ ആയിരുന്നു. തേർഡ് കാറ്റഗറി വാസ് ഡോപ്പാമിനർജിക് അഗോണിസ്റ്റ്. എക്സാമ്പിൾ ആണ് ബ്രോമോക്രിപ്റ്റിനും റൊപ്പിനിറലോളും ദെൻ പ്രാമിപെക്സോളും ഓക്കെ.
ബ്രോമോക്രിപ്റ്റിൻ, റോപ്പിനിറോൾ, ദെൻ പ്രാമിപെക്സോൾ. ഓക്കെ, ഈ ബ്രോമോക്രിപ്റ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതൊരു ആന്റി പ്രൊലാക്റ്റിൻ ഡ്രഗ് ആണ്, പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റർ ആണ് ബ്രോമോക്രിപ്റ്റിൻ. ഓക്കെ, ഇതിവിടെ വെറുതെ പറഞ്ഞതാണ്, ചുമ്മാ നമ്മൾ ബ്രോമോക്രിപ്റ്റിൻ പഠിക്കുമ്പം ഇവിടെ ആന്റി പാർക്കിൻസോണിസത്തിലും ഉണ്ട്, അതുപോലെ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്ററും കൂടിയാണ് ബ്രോമോക്രിപ്റ്റിൻ. വേറൊരു പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റർ ആണ് കാബർഗോളിൻ. എനിവേ, അടുത്ത കാറ്റഗറി, അതായത് ഫോർത്ത് വണ് മാഒ ബി ഇൻഹിബിറ്റർ ആണ്. മാഒ ബി ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആണ് സെലിജിലിൻ. മാഒ ബി ഇൻഹിബിറ്റർ. മാഒ എ ഇൻഹിബിറ്റർ ഉണ്ട്. മാഒ എ ഇൻഹിബിറ്റർ നമ്മൾ പഠിച്ചത് ആന്റി ഡിപ്രസൻ കാറ്റഗറിയിലായിരുന്നു, ആന്റി ഡിപ്രസൻ ഡ്രഗിന്റെ കൂടെയാണ് പഠിച്ചത്. അതിലാണ് മാഒ എ ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആയിരുന്നു ക്ലോർജലിൻ. ഓക്കെ, ക്ലോർജലിൻ. എനിവേ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് മാഒ ബി ഇൻഹിബിറ്റർ ആണ്. ദെൻ ഫിഫ്ത് കാറ്റഗറി COMT ഇൻഹിബിറ്റർ, COMT ഇൻഹിബിറ്റർ ആണ്. എക്സാമ്പിൾ എൻഡോകാപ്റ്റോണും ദെൻ 12 കാപ്റ്റോണും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡോപാമിനർജിക് ഫെസിലിറ്റേറ്റർ ആണ്. ഡോപാമിൻ ഫെസിലിറ്റേറ്റർ ആണ് അമാൻഡഡിൻ. നമ്മൾ പഠിക്കുന്നുണ്ട് ആന്റി വൈറൽ, എസ്പെഷ്യലി ആന്റി ഇൻഫ്ലുവൻസ ഡ്രഗ് ആയിട്ടാണ് അമാൻഡഡിൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡോപാമിൻ പ്രിക്കസർ ഏതാണെന്ന് ചോദിക്കും, ആന്റി പാർക്കിൻസോണിസം ഡ്രഗിലെ ഡോപാമിൻ അഗോണിസ്റ്റ് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഡോപാമിൻ ഫെസിലിറ്റേറ്റർ ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലുവൻസ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പാർക്കിൻസോണിസം, അങ്ങനെയും ചോദ്യം. അപ്പം ഇത് നമ്മൾ തീർച്ചയായിട്ടും ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 44 പോവാണ്. ഐഡന്റിഫൈ ദ ആന്റിഡോട്ട് ഓഫ് കോളിനെസ്റ്ററൈസ് ഇൻഹിബിറ്റർ. കോളിനെസ്റ്ററൈസ് ഇൻഹിബിറ്റേഴ്സിന്റെ ആന്റിഡോട്ട് ആണ് ചോദിച്ചത്. ചോദ്യം ശ്രദ്ധിക്കണം, കോളിനെസ്റ്ററൈസ് ഇൻഹിബിറ്റേഴ്സിന്റെ ആന്റിഡോട്ട് ആണ്. ഓക്കെ, ഓപ്ഷൻ നിയോസ്റ്റിക്മിൻ, പിരിഡോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിൻ, ദെൻ പ്രെലിഡോക്സൈൻ. എക്സാം ദ കറക്റ്റ് ആൻസർ പ്രെലിഡോക്സൈൻ. ഓക്കെ, 44 ഓപ്ഷൻ ഡി ആണ്, പ്രെലിഡോക്സൈമിന് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പ്രെലിഡോക്സൈം ഈസ് ഓൾസോ നോൺ ആസ് കോളിനെസ്റ്ററൈസ് റീആക്ടിവേറ്റർ. ഇത് കോളിനെസ്റ്ററൈസിനെ റീആക്ടിവേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോളിനെസ്റ്ററൈസിന്റെ ഇൻഹിബിറ്ററിന്റെ ആന്റിഡോട്ട് ആയിരുന്നു. അപ്പം പ്രെലിഡോക്സൈൻ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 45. IUPAC നെയിം ഓഫ് സാൽബ്യൂട്ടമോൾ. സാൽബ്യൂട്ടമോളിന്റെ IUPAC നെയിം എന്താണ്? അപ്പൊ സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ അറിയണം. ഇതൊക്കെ സ്ട്രക്ചർ പഠിക്കാതെ പോകാൻ പറ്റില്ല, പഠിക്കണം, തീർച്ചയായും പഠിക്കണം. ഓക്കെ, IUPAC നെയിം ഓഫ് സാൽബ്യൂട്ടമോൾ. അപ്പൊ സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ എങ്ങനെ നോക്കാം? സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ നമുക്ക് വരച്ച് നോക്കാം. അപ്പൊ ഇതാണ് സാൽബ്യൂട്ടമോളിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇതിന് IUPAC നെയിമാണ് ചോദ്യം. IUPAC നെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നെയിം ഇട്ട് നോക്കാം, അതല്ല ഓപ്ഷൻ വൈസ് നോക്കും ചെയ്യാം. ബെറ്റർ ഓപ്ഷൻ വൈസ് നോക്കുകയായിരിക്കും. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നെയിം ഇട്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ അതിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, IUPAC നെയിം കാണാതെ പഠിക്കണം നിർബന്ധമില്ല, ബട്ട് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. കാരണം സ്ട്രക്ചറിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പം സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയുടെ കേസിൽ 5th പൊസിഷനിലാണ് കാണിക്കുന്നത്. 2 ടെർട്ടിബ്യൂട്ടൈൽ അമിനോ. ടെർട്ടിബ്യൂട്ടൈൽ അമിനോ വരുന്നത് 4th പൊസിഷനിലാണ്. ടെർട്ടിബ്യൂട്ടൈൽ അമിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പാണ്. ഇതാണ് ടെർട്ടിബ്യൂട്ടൈൽ. ഓക്കെ, 1 2 3 4 കാർബൺ ആറ്റം, അതായത് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഈ കാർബണ് ടേർഷറി. ഓക്കെ, അപ്പൊ ടെർട്ടിബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആണ്. ടെർട്ടിബ്യൂട്ടൈൽ അമീനോ കണ്ടോ, ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ്, അതാണ് ടെർട്ടിബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഈ ടെർട്ടിബ്യൂട്ടൈൽ അമിനോ ഗ്രൂപ്പ്, ഈ ടെർട്ടിബ്യൂട്ടൈൽ അമിനോ ഗ്രൂപ്പ് 4th പൊസിഷനിലെ കാർബണിലാണ്, ഫിനോളിന്റെ 4th പൊസിഷനിലാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ എ അല്ല എന്ന് ഉറപ്പിച്ചല്ലോ. ഓപ്ഷൻ എയിൽ 5th പൊസിഷനിൽ വരുന്നത് എന്നാ പറഞ്ഞത്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, തേർഡ് ഓപ്ഷനും നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ 4ൽ 2 ടെർട്ടിബ്യൂട്ടൈൽ അമിനോ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം 4th പൊസിഷൻ. ഓക്കെ, ഇത് 4th പൊസിഷൻ, ഇത് ഫസ്റ്റ്, ദെൻ സൈഡ് ചെയിൻ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ. അപ്പൊ സെക്കൻഡ് കാർബണില് ടെർട്ടിബ്യൂട്ടൈൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. കറക്റ്റ്, ടെർട്ടിബ്യൂട്ടൈൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫസ്റ്റ് കാർബണില്, ഇതിലെ ഫസ്റ്റ് കാർബണില് ഹൈഡ്രോക്സി ഈഥൈൽ. ഫസ്റ്റ് ഹൈഡ്രോക്സി ഈഥൈൽ അല്ലേ, ഇതല്ലേ ഹൈഡ്രോക്സി, ഇതല്ലേ ഈഥൈല്. ഓക്കെ, ഫസ്റ്റ് ഹൈഡ്രോക്സി ഈഥൈൽ. സെക്കൻഡ് വൺ, ദെൻ സെക്കൻഡില്, അതായത് ഈ ചെയിൻ ആണ്, ഇത് മെയിൻ ചെയിൻ ആണ്. സെക്കൻഡില് ഹൈഡ്രോക്സി മീഥൈൽ ഉണ്ട്. ഹൈഡ്രോക്സി മീഥൈൽ ഫിനോൾ, അതല്ലേ ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി അല്ലേ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ
കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 46 വരാം. Haloperidol, a tranquilizer belong to which class of drug? Tranquilizer belongs to which class of drug? Haloperidol ഏതിലാണ് ഉള്ളത് എന്നാണ്. Haloperidol നമ്മൾ പഠിക്കുന്നത് ആന്റി സൈക്കോട്രിക് ഡ്രഗിലാണ്, അതോ അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക്സ് എന്ന് പറയും. ന്യൂറോലെപ്റ്റിക്സിലാണ് ആന്റി സൈക്കോട്ടിക് ആയിട്ട് നമ്മൾ ഈ ഒരു ഹാലോപെരിഡോൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാർമക്കോളജി ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആന്റി സൈക്കോട്ടിക് ഡ്രഗ് നമ്മൾ മെയിൻ ആയിട്ട് അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫീനോതയാസിൻസ്, then ബ്യൂട്ടറോഫിനോൺസ്, then തയോക്സാന്തീൻസ്, then other heterocyclics, then fifth one atypical antipsychotic. Okay, ഫസ്റ്റ് വൺ ഫീനോതയാസിൻ. ഫീനോതയാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ZINE എന്ന് പറഞ്ഞാൽ അവസാനം എൻഡ് ചെയ്യും. ഫീനോതയാസിൻ എക്സാമ്പിൾ ആണ് ക്ലോർപ്രൊമാസിൻ, ദെൻ ട്രൈഫ്ലൂപ്രൊമാസിൻ എക്സെട്ര. ക്ലോർപ്രൊമാസിനും ട്രൈഫ്ലൂപ്രൊമാസിനും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. സിൻ ആയിരിക്കും അവസാനം. രണ്ടാമത്തെ കാറ്റഗറിയാണ് ബ്യൂട്ടറോഫിനോൺസ്. ബ്യൂട്ടറോഫിനോൺസിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഡോൾ എന്നായിരിക്കും, DOL എൻഡിങ് ഉണ്ടാവും. എക്സാമ്പിൾ ആണ് ഹാലോപെരിഡോളും ട്രൈഫ്ലൂപെരിഡോളും. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹാലോപെരിഡോൾ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഫീനോതയാസിൻ, ഓപ്ഷൻ ബി സാന്തീൻസ്, ഓപ്ഷൻ സി ബ്യൂട്ടറോഫിനോൺ, ഓപ്ഷൻ ഡി കാർബമേറ്റ്. കറക്റ്റ് ആൻസർ ഇസ് ബ്യൂട്ടിറോഫിനോൺ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട്? ഹാലോപെരിഡോളിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഡോൾ എൻഡിങ് ആയിരിക്കും, ഹാലോപെരിഡോളും ട്രൈഫ്ലൂപെരിഡോളും. ദെൻ തയോസാന്തീൻസിന് എക്സാമ്പിൾ ആണ് ഫ്ലുപ്പൻതിക്സോൾ. സാന്തീൻസ് ഓർ തയോസാന്തീൻസ്, ഫ്ലുപ്പൻതിക്സോൾ. ദെൻ അതർ ഹൈഡ്രോസൈക്ലിക്സ് എപ്പിമോസൈഡ്, ലോക്സപ്പിൻ. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്. അട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ചോദ്യം വരാറുണ്ട്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കമ്മിങ് അണ്ടർ അട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. അട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ അട്ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഉണ്ട്, കോക്രാസ് എന്ന് പറഞ്ഞാണ്ട്. കോക്രോച്ച് യുനോ, അതുപോലെ തന്നെ കോക്രാസ്. ഓക്കെ, കോക്രാസ് COQ. ഓക്കെ, കോക്രാസ് RAZ, കോക്രോച്ച്. അതുപോലെ കോക്രാസ്. ഓക്കെ, കോക്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ മരുന്നിന്റെ ഫസ്റ്റ് ലെറ്റർ ഞാൻ എടുത്തതാണ്. കോക്രാസിൽ C എന്ന് പറഞ്ഞാൽ ക്ലോസപ്പിൻ, ദെൻ ഒലൻസപ്പിൻ, കൊട്ടിയാപ്പിൻ, റിസ്പെരിഡോൺ, അരിപ്പിപ്രസോൾ, സിപ്രാസിഡോൺ. ഓക്കെ, ക്ലോസപ്പിൻ, ഒലൻസപ്പിൻ, കൊട്ടിയാപ്പിൻ, റിസ്പെരിഡോൺ, അരിപ്പിപ്രസോൾ, ദെൻ സിപ്രാസിഡോൺ. ഇതാണ് കോക്രാസിന്റെ ഫുള്ള്. ഓക്കെ, അതാണ് atypical antipsychotic. Then question number 47, penicillin V is also known as. Simple question. Penicillin V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ബെൻസൈൻ പെൻസിലിൻ, ഫിനോക്സി പ്രൊപ്പൈൽ പെൻസിലിൻ, ബെൻസാത്തീൻ പെൻസിലിൻ, ഫിനോക്സി മീഥൈൽ പെൻസിലിൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫിനോക്സി മീഥൈൽ പെൻസിലിൻ ആണ് പെൻസിലിൻ വി. പെൻസിലിൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറലി ആക്റ്റീവ് ആണ്. പെൻസിലിൻ G ഉണ്ട്, പെൻസിലിൻ വി ഉണ്ട്. പെൻസിലിൻ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഞ്ചക്ഷൻ വഴി മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പെൻസിലിൻ G ഇഞ്ചക്ഷൻ. ഓക്കെ, പെൻസിലിൻ വി എന്ന് പറയുമ്പോൾ യുനോ ഓറൽ ആണ്. ഓക്കെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറലി ആക്റ്റീവ് ആണ്. പെൻസിലിൻ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറലി ഇനാക്റ്റീവ് ആണ്. നമുക്ക് ഇഞ്ചക്ഷൻ വഴി മാത്രമേ നമുക്ക് പെൻസിലിൻ G കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആസിഡ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് പെൻസിലിൻ G നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റാത്തത്. പെൻസിലിൻ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസൈൽ പെൻസിലാണ്, ബെൻസൈൽ പെൻസിലിൻ. ഓക്കെ, ഓപ്ഷൻ സി കാണാം, അതാണ് പെൻസിലിൻ G. പെൻസിലിൻ വി ഫിനോക്സി മീഥൈൽ പെൻസിലിനും. ക്വസ്റ്റ്യൻ നമ്പർ 48, ഐഡന്റിഫൈ ആൻ ആന്റി ട്യൂബർകുലർ ഡ്രഗ് വിച്ച് ഈസ് കെമിക്കലി ആൻ ആലിഫാറ്റിക് ഡയമീൻ. ആലിഫാറ്റിക് ഡയമീൻ ആയിട്ടുള്ള ആന്റി TB ഡ്രഗ് ആണ്. അപ്പൊ നമ്മൾ ഫാർമക്കോളജി പഠിച്ചിട്ടുണ്ട്. ആന്റി TB ഡ്രഗ് രണ്ട് ടൈപ്പാണ്. ഒന്ന് ഫസ്റ്റ് ലൈൻ ഡ്രഗും ദെൻ സെക്കൻഡ് ലൈൻ ഡ്രഗും. ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ HRZES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ഐസോനിയാസിഡ്, R റിഫാംബസിൻ, Z പൈറസിനാമൈഡ്, ദെൻ HRZES E എത്താംബ്യൂട്ടോൾ, ദെൻ S സ്ട്രെപ്റ്റോമൈസിൻ. ഇതാണ് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ പാരാമിനോ സാലിസിലിക് ആസിഡ്, എത്തിയോണമൈഡ്, പിന്നെ അങ്ങനെ പോകും. ഓക്കെ, പിന്നെ സ്ട്രെപ്റ്റോമൈഡ്, മറ്റേ ആന്റിബയോട്ടിക്സ് ഒക്കെ വരും, സിപ്രോഫ്ലോക്സാസിൻ, ദെൻ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് ലൈൻ ആന്റി TB ഡ്രഗ്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിരുന്നു. ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ, ഫാർമക്കോളജി ബേസ്ഡ് അല്ല ക്വസ്റ്റ്യൻ. അപ്പം
കെമിക്കലി നമുക്ക് ആന്റി ടി ബി ഡ്രഗിനെ അഞ്ചായിട്ട് തരംതിരിക്കാം. ഒന്ന് സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ്. സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവിന് എക്സാമ്പിൾ ആണ് പാരാമിനോ സാലിസിലിക് ആസിഡ്. ഓക്കെ, പാരാമിനോ സാലിസിലിക് ആസിഡ് സെക്കൻഡ് ലൈൻ ഡ്രഗ്. സെക്കൻഡ് വൺ ഈസ് പിരിഡിൻ ഡെറിവേറ്റീവ്. പിരിഡിൻ ഡെറിവേറ്റീവിന് എക്സാമ്പിൾ ആണ് INH, അതായത് ഐസോനിയാസിഡും എത്തിയോണാമൈഡും പിരിഡിൻ ഡെറിവേറ്റീവ് ആണ്. ദെൻ പൈറസിൻ ഡെറിവേറ്റീവ് ആണ് പൈറസിനാമൈഡ്. അതിന് പേരിൽ തന്നെ ഉണ്ട് പൈറസിനാമൈഡ്. Then fourth one is ethylene diaminobutanol derivative. Example is ethambutol. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ആ ഒരു നോക്കി കാണാം. ഓക്കെ, എത്താംബ്യൂട്ടോൾ. ETH റെപ്രസെന്റ് ചെയ്യുന്ന എത്തിലിൻ ആണ്. ഓക്കെ, AM റെപ്രസെന്റ് ചെയ്യുന്ന എത്തിലിൻ ഡയമീൻ ആണ്. ബ്യൂട്ടോൾ റെപ്രസെന്റ് ചെയ്യുന്ന എത്തിലിൻ ഡയമീനോബ്യൂട്ടനോൾ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ആലിഫാറ്റിക് ഡയമീൻ ആണ് ചോദ്യം. അപ്പം എത്തിലിൻ ആലിഫാറ്റിക് ഡയമീൻ എത്തിലിൻ ഡയമീനോ, അതാണ് എത്താംബ്യൂട്ടോൾ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയില്ല. 4 ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളൂ. 5th ക്ലാസ് ഈസ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ സ്ട്രെപ്റ്റോമൈസിൻ, ദെൻ റിഫാംബസിൻ, ദെൻ കുറച്ച് ഫ്ലോറോക്കിനോള്, സിപ്രോഫ്ലോക്സാസിൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാക്രോലൈഡ് ആന്റിബയോട്ടിക്കും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. പിന്നെ സ്ട്രെപ്റ്റോമൈസിൻ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. എനിവേ സ്ട്രെപ്റ്റോമൈസിനും റിഫാംബസിനും ഓക്കെ, ബാക്കിയെല്ലാ ആന്റിബയോട്ടിക്കും സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ആലിഫാറ്റിക് ഡയമീൻ എന്ന് പറയുമ്പോൾ എത്താംബ്യൂട്ടോൾ. ഓക്കെ, എത്തിയോണമൈഡുമായി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയത്. എത്തിയോണമൈഡ് എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു AM ഉണ്ട്, അമീൻ എന്ന് പറയരുത്, ഇതൊരു അമൈഡാണ്. ഓക്കെ, ഇവിടെയും AM ഉണ്ട്, കാരണം ഇതൊരു അമീനാണ്. ഇത് അമീൻ അല്ല, ഇത് അമൈഡാണ്. അമീനും അമൈഡും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ആലിഫാറ്റിക് അമീൻ ആയിരുന്നു, ഡയമീൻ ആയിരുന്നു. അപ്പം ഈ അമീനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എത്താംബ്യൂട്ടോൾ. ഓക്കെ, question number 49. Antibiotic obtained from Streptomyces venezuelae. Okay, Streptomyces venezuelae. Okay, Venezuela Streptomyces എന്ന് കിട്ടുന്ന ആന്റിബയോട്ടിക് ഏതാണ് ചോദ്യം. ഓപ്ഷൻ A chloramphenicol, ഓപ്ഷൻ B novobiosin, ലിങ്കോമൈസിൻ, എറിത്രോമൈസിൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A chloramphenicol ആണ്. ക്ലോറാംഫെനിക്കോൾ ആണ് സ്ട്രെപ്റ്റോമൈസസ് വെനിസുവലയാണ്. ഓക്കെ, വെനിസുവല ഇത് നിങ്ങൾ പഠിക്കണം, സ്ട്രെപ്റ്റോമൈസസ് വെനിസുവല. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഈ നോവോബയോസിൻ കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് നിവിയസ് എന്നാണ്. ഓക്കെ, നിവിയസ്. നോവോബയോസിൻ കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് നിവിയസ് ആണ്. നിവിയസ്. ഓക്കെ, അപ്പൊ നോവോബയോസിന്റെ ആ പേരിൽ, ആ നിവിയസിൽ നോവോബയോസിൻ ആ നിങ്ങൾക്ക് അറിയാം, എന്നും വി ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് കുത്തും. അപ്പം അത് പഠിച്ചു വെക്കണം നിർബന്ധമില്ല. അപ്പം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ക്ലോറാംഫെനിക്കോൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. വെനിസുവല എന്നാണ്, സ്ട്രെപ്റ്റോമൈസസ് വെനിസുവല. ലിങ്കോമൈസിൻ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് ലിങ്കോനസസ്. ഓക്കെ, ഇതും നിങ്ങൾ പഠിക്കാൻ നിർബന്ധമില്ല, കാരണം ലിങ്കോമൈസിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ കിടക്കുന്നുണ്ട്. എറിത്രോമൈസസും നിങ്ങൾ പഠിക്കണം എന്നില്ല, കാരണം സ്ട്രെപ്റ്റോമൈസസ് എറിത്രിയസ്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസസ് എറിത്രിയസ് ആണ്. അപ്പം വേണ്ടവർക്ക് പഠിക്കാം. ഓക്കെ, ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയാവുന്ന രീതിയിലാണ് ഇതിന്റെ പേര് കിടക്കുന്നത്. ഈ ബാക്ടീരിയന്റെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയയുടെ പേര് കിടക്കുന്നത്. ക്ലോറാംഫെനിക്കോൾ പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം, വെനിസുവലയാണ്, സ്ട്രെപ്റ്റോമൈസസ് വെനിസുവല. അതുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നതും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 50. കോട്രിമോക്സസോൾ contain 2 antibiotics. What are they? Okay, cotrimoxazole contain 2 antibiotics. What are them? Okay, cotrimoxazole എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ. cotrimoxazole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫാമെത്തോക്സസോൾ വിത്ത് ട്രൈമെത്തോപ്രിൻ. ഓക്കെ, അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് cotrimoxazole. Here it is. പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് ട്രൈമോ മീൻസ് ട്രൈമെത്തോപ്രിൻ. ട്രൈമെത്തോപ്രിൻ ആണ് ട്രിമിന്റെ, ഇവിടുത്തെ ട്രൈമിന്റെ ഇതിന് ട്രൈമെത്തോപ്രിന്റെ ഷോർട്ട് ആണ്. ഓക്സസോളിന്റെ ആണ് സൾഫാമെത്തോക്സസോൾ. ഓക്കെ, സൾഫാമെത്തോക്സസോളിന്റെയും ട്രൈമെത്തോപ്രിന്റെയും കോമ്പിനേഷൻ ആണ് കോട്രിമോക്സസോൾ. വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കോമ്പിനേഷൻ, ഒരു പ്രത്യേക കോമ്പിനേഷനിലാണ് യൂസ് ചെയ്യുന്നത്. 5:1. 5:1 എന്ന് പറയുമ്പോൾ ഡ്രഗും കൂടി നമ്മൾ പഠിക്കണം. സൾഫാമെത്തോക്സസോൾ 5ഉം ട്രൈമെത്തോപ്രിൻ 1ഉം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സെപ്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്രിമോക്സസോളിന്റെ മരുന്നിന്റെ ഒരു ബ്രാൻഡാണ്. ഓക്കെ, സെപ്ട്രിൻ സെപ്ട്രിൻ DS ഒക്കെ ഉണ്ട്. ഓക്കെ, സ്ട്രെപ്റ്റിൻ എന്ന് പറയുമ്പോൾ 80 മില്ലിഗ്രാം
ട്രൈമെത്തോപ്രീൻ ആണുള്ളത്. ഓക്കെ, ട്രൈമെത്തോപ്രീൻ 80 മില്ലിഗ്രാം. ഓക്കെ, അപ്പോൾ സൾഫാമെത്തോക്സസോൾ എത്രയായിരിക്കും? ട്രൈമെത്തോപ്രീൻ 1 സൾഫാമെത്തോക്സസോൾ 5 ആണ്. അപ്പം 80ന്റെ 5 ടൈംസ്, അതായത് 400 സൾഫാമെത്തോക്സസോളും. അപ്പൊ സെപ്ട്രിനിൽ എന്തൊക്കെയാണ്? 80 മില്ലിഗ്രാം ട്രൈമെത്തോപ്രീനും സൾഫാമെത്തോക്സസോൾ 400 മില്ലിഗ്രാം. അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 5:1 സൾഫാമെത്തോക്സസോൾ ആൻഡ് ട്രൈമെത്തോപ്രീൻ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും 5 ഏതാണ് 1 ഏതാണെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫാമെത്തോക്സസോളിലാണോ അതോ ട്രൈമെത്തോപ്രീനിലാണോ കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത്? സ്പെല്ലിംഗ് നോക്കി കഴിഞ്ഞാൽ ട്രൈമെത്തോപ്രീനാണോ സൾഫാമെത്തോക്സസോളോ, അതല്ലെങ്കിൽ ഏതാണ് ലോങ് ആയിട്ടുള്ള വേർഡ്? അപ്പൊ സൾഫാമെത്തോക്സസോളാണെന്ന് കിട്ടും. അപ്പൊ ആ സൾഫാമെത്തോക്സസോളിന് കൂടുതൽ വാല്യൂ, ദാറ്റ് ഈസ് 5. ഓക്കെ, ട്രൈമെത്തോപ്രീന് 1. ഓക്കെ, അപ്പൊ ബോണസ് ക്വസ്റ്റ്യന്റെ ടൈം ആയി. ബോണസ് ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്താം ബ്യൂട്ടോളിന്റെ സൈഡ് എഫക്ട് എന്താണ്? വാട്ട് ഈസ് ദ സൈഡ് എഫക്ട് ഓഫ് എത്താം ബ്യൂട്ടോൾ? വാട്ട് ഈസ് ദ മെയിൻ സൈഡ് എഫക്ട് ഓഫ് എത്താം ബ്യൂട്ടോൾ? എത്താം ബ്യൂട്ടോൾ നമ്മൾ പഠിച്ചതാണ്, ആന്റി TB ഡ്രഗിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ കമന്റ് നോക്കാറുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഫാർമസി പഠിക്കുന്നതോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതോ ആയ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും കൂടി ഇതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇടുമ്പം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പം ബെല്ലൈക്കൺ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്തു വെക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.